വെൽക്കം ടു ജുലീനാസ് കിച്ചൺ. എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു വെറൈറ്റി ചമ്മന്തിയാണ്. ഈ ചമ്മന്തി എന്തായാലും നിങ്ങൾ ഉണ്ടാക്കാൻ വഴിയില്ല. ഒരുവിധം ചമ്മന്തികളൊക്കെ നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടാവും. ഇതൊരു സ്പെഷ്യൽ ചമ്മന്തിയാണ്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് കിടക്കാം. ഞാനിവിടെ 12 ചക്കക്കുരു എടുത്ത് വെച്ചിട്ടുണ്ട്. ആദ്യം തന്നെ നമുക്ക് ഈ ചക്കക്കുരുവിൻ്റെ മേൽഭാഗത്തുള്ള തൊലി കളഞ്ഞതിന് ശേഷം നീളത്തിൽ അരിഞ്ഞെടുക്കാം. ഞാൻ ചക്കക്കുരു എല്ലാം നീളത്തിൽ അരിഞ്ഞെടുത്ത് കഴിഞ്ഞു. ഇനി നമുക്കിത് ഒരു ഫ്രൈ പാനിലിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ചൂടായ പാനിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചക്കക്കുരു ഇട്ട് കൊടുക്കാം. ചക്കക്കുരു ഇടുമ്പോൾ വെളിച്ചെണ്ണയൊന്നും വേണ്ട കേട്ടോ. ശരിക്കും ഇതിൻ്റെ ടേസ്റ്റ് വരണമെങ്കിൽ നമ്മൾ അടപ്പിൽ കനലിൽ ചുട്ടെടുക്കണം. അപ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ് വരിക. ഇപ്പം നമ്മൾക്ക് അതിനുള്ള അടുപ്പുകളൊന്നും ഇല്ലല്ലോ. അപ്പോൾ നമുക്ക് ഇതേപോലെ തന്നെ ഗ്യാസിൽ വെച്ചിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ചക്കക്കുരുവിൻ്റെ നിറമൊക്കെ മാറി വന്നിട്ടുണ്ട്. കണ്ടോ, വെന്ത് വരുന്നുണ്ട്. ഇപ്പോൾ ചക്കക്കുരു എല്ലാം നന്നായി റോസ്റ്റായി കഴിഞ്ഞു. കണ്ടോ, എല്ലാം നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് പാനിൽ നിന്ന് എടുത്ത് മാറ്റാം. ഇതേ പാനിലേക്ക് ഒരു 8 കാശ്മീരി ചില്ലി ഇട്ട് കൊടുക്കാം. കാശ്മീരി ചില്ലിക്ക് എരിവ് കുറവാണല്ലോ, അപ്പോൾ നല്ല കളറുണ്ടാവും. അതിലേക്ക് 2 എരിവുള്ള മുളകും നമ്മുടെ നാടൻ അതും ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ മുളകൊക്കെ നന്നായി റോസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മുളകും ഇതിൽ നിന്ന് എടുത്ത് മാറ്റാം. നമുക്ക് ഇതേ പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയിലേക്ക് 4 വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ചക്കക്കുരുവിന് ഗ്യാസൊക്കെ ഉണ്ടെന്നാണല്ലോ പറയണേ. അപ്പോൾ നമ്മൾ വെളുത്തുള്ളി ഇടുന്നത് വളരെ നല്ലതാണ്. ഇതൊന്ന് വാടി വരുമ്പോൾ ഒരുവിധം വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 12 ചുവന്നുള്ളി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഉള്ളി ഇങ്ങനെ അധികം വറുക്കുന്ന പോലെയൊന്നും എടുക്കണ്ട കേട്ടോ. ഒന്ന് ജസ്റ്റ് ഒന്ന് വാടിയാൽ മതി. ഇപ്പോൾ ഉള്ളിയും വെളുത്തുള്ളിയും വേപ്പിലയും എല്ലാം നന്നായി വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഇത് തണുക്കാനായി മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചക്കക്കുരു, വറ്റൽമുളക്, ഇനി ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം പുളിയും ഒരു 1.5 കപ്പ് നാളികേരം ചിരകിയതും ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, ഉള്ളി, വേപ്പില ഉണ്ടല്ലോ, അത് ഈ വെളിച്ചെണ്ണയോട് കൂടെ തന്നെ ഒഴിക്കണം കേട്ടോ. ആ വെളിച്ചെണ്ണയും കൂടെ വീഴുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് വരാം. ക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ ഞാൻ ചമ്മന്തി അരച്ചു കഴിഞ്ഞു. അധികം അരഞ്ഞു പോകരുത്. ഇതേപോലെ വേണോട്ടെ ഇരിക്കാനായിട്ട്. കണ്ടോ, നമ്മൾ കല്ലിലൊക്കെ അരച്ചെടുക്കില്ല, അതേപോലെ പൾസ് ബട്ടൺ ഇങ്ങനെ പ്രസ് ചെയ്ത് വേണം ഇതിങ്ങനെ അരച്ചെടുക്കാൻ. അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചക്കക്കുരു ചമ്മന്തി നമ്മളിവിടെ റെഡിയാക്കി കഴിഞ്ഞു. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യണം. ഇപ്പോൾ നിങ്ങൾക്ക് ചക്കയൊക്കെ ധാരാളം കിട്ടും. അപ്പോൾ ചക്കക്കുരു കിട്ടാൻ ബുദ്ധിമുട്ടില്ല. പിന്നെ ഒരു കാര്യം, ഞാൻ ഇതിനു മുൻപ് ചക്കയുടെ വിഭവങ്ങൾ കുറച്ച് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ചക്ക ഷേക്ക്, ചക്ക എരിശ്ശേരി, ചക്ക വറുത്തത്, ഇടിയൻ ചക്ക തോരൻ, ചക്കപ്പൊരി, ചക്ക വരട്ടിയത് അഥവാ ചക്ക ഹൽവ, ചക്ക ചില്ലി കേട്ടോ. ഇപ്പോൾ ചക്കക്കുരു ചമ്മന്തി. അപ്പോൾ നമ്മൾ എല്ലാം ഒന്ന് നിങ്ങൾ കാണണം കേട്ടോ. നിങ്ങളുടെ അഭിപ്രായമൊക്കെ അറിയിക്കണം. പിന്നെ ജുലീനാസ് കിച്ചൺ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. മറ്റൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.